പുലർച്ചെ 5 മണിക്ക് മലപ്പുറം KSRTC ഡിപ്പോന്ന് നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ പോവാണ്. ഇതൊരു വെറൈറ്റി യാത്രയാണ് കേട്ടോ. നിങ്ങൾ KSRTC നടത്തുന്ന ബഡ്ജറ്റ് ടൂറിസം പരിപാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് നെല്ലിയാമ്പതി പോവാണ്. അപ്പോൾ ഒരു കൂട്ടം നമുക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് നമ്മുടെ KSRTC നേരിട്ട് കണ്ടക്ട് ചെയ്ത് അതിലെ കണ്ടക്ടറും ഡ്രൈവറും തന്നെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് പോകുന്ന നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പാണ് ഇന്ന്. പുലർച്ചെ 5 മണിക്ക് മലപ്പുറം KSRTC ഡിപ്പോ എന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇടയിൽ ഞങ്ങളെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരാൾക്ക് 830 രൂപയായിരുന്നു ചാർജ് കേട്ടോ. ഇത് ബസ് ഫെയർ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കണ്ടോ, അടിപൊളിയല്ലേ? ബഡ്ജറ്റ് ടൂറിസം എന്നൊക്കെ എഴുതി നല്ല മഞ്ഞയും പച്ചയും പെയിൻ്റൊക്കെ കൊടുത്ത് നമ്മുടെ KSRTCൻ്റെ അതെ ആനവണ്ടിയുടെ നമ്മൾ പറയുമല്ലോ, അപ്പോൾ ആനയുടെ സിമ്പലൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഡ്രൈവർ ഏട്ടനാണ് കേട്ടോ. മൂപ്പരൊരു വൈബ് മനുഷ്യനായിരുന്നു. മൂപ്പര് മാത്രമല്ല കണ്ടക്ടറും. അതായത് വണ്ടി ഓടിക്കുമ്പോൾ മൂപ്പർക്ക് പാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യും, വണ്ടി നിർത്തിയിടുമല്ലോ ഇടയ്ക്ക് ഈ ഫുഡ് കഴിക്കാനൊക്കെ. ആ ഗ്യാപ്പിൽ വന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യും, 2 പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പം നല്ല മനുഷ്യന്മാരായിരുന്നു. അതായത് ഇവരാണ് ഈ യാത്രയ്ക്ക് ഒരു ഓളം കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ കുറേ അറിയാത്ത ആൾക്കാരാണ്. അപ്പം നമ്മളൊന്ന് മിങ്കിളായി സെറ്റായി വരാൻ ഒരു സമയം എടുക്കുമല്ലോ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അത് ഇവരങ്ങോട്ട് മാറ്റിത്തരും. ഓരെന്നെ മൈക്കും കൊണ്ട് ഇറങ്ങി നമ്മളെയൊക്കെ പരിചയപ്പെടുത്തിപ്പിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ച് അന്താക്ഷരമൊക്കെ കളിപ്പിച്ച് നമ്മളങ്ങോട്ട് സെറ്റാക്കും. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ നെന്മാരൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടേക്ക് പോന്നപ്പോൾ നമുക്കറിയാലോ, പാലക്കാടിൻ്റെ ഒരു ഉൾഗ്രാമങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഇങ്ങനെ നെൽപ്പാടങ്ങൾ കാണും. നമ്മുടെ മനസ്സിലുള്ള ഒരു കേരളം ഉണ്ടല്ലോ, അത് ഈ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കണ്ണെത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ അവർ വണ്ടി നിർത്തി നമുക്കിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാണ്. അപ്പം ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെയാണ്, ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് പോയത്. അങ്ങനെ ഒത്തിരി ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്ന ആൾക്കാരുണ്ട്. പിന്നെ അധികവും ഞാൻ ശ്രദ്ധിച്ചത് ഒരു 40+ അല്ലെങ്കിൽ ഒരു 50+ ഒക്കെ ഏജുള്ള ആൾക്കാരാണ്. ഈ റിട്ടയർഡൊക്കെ ആയിട്ട് കപ്പിളായിട്ട് വന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു കപ്പിൾ അതിലുണ്ടായിരുന്നു, ഒരു റിട്ടയർഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ ഒരു 14ാമത്തെ യാത്രയാണ് ഇങ്ങനെ KSRTCയിൽ പോകുന്നതെന്ന് പറയും. ആക്ച്വലി ഇത് KSRTC കൊണ്ടുവന്ന ഒരു ഭയങ്കര അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഭയങ്കര സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഞങ്ങളെ കണ്ടക്ടറേറ്ററാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ തന്നെയാണ് എല്ലാം. അതായത് ഫോട്ടോ എടുത്ത് തരും, നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരും, പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരും. ഒരു കുഞ്ഞു മലയണ്ണാനെ കുരങ്ങനെ കണ്ടാൽ പോലും വണ്ടി നിർത്തിയിട്ട് ഇതേ കണ്ടോ അതാണ് മലയണ്ണ എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന ആൾക്കാരെന്ന് കേട്ടോ ഇവർ. അപ്പോൾ ഇവരുടെ ഒരു ഉത്സാഹം തന്നെയാണ് ഈ ട്രിപ്പ് അടിപൊളിയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ നെൽപ്പാടമൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതി യാത്ര തുടർന്നു. അപ്പം അങ്ങനെ പോയി നമ്മൾ നെല്ലിയാമ്പതി കാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ചുരം ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മൾ പോവാണ്. പിന്നെ ഈ KSRTCയിൽ വരുന്നതുകൊണ്ട് ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് നമുക്ക് ഈ ചെക്ക് പോസ്റ്റിലൊന്നും കുറേ സമയം വെയിറ്റ് ചെയ്യണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളവയും കയറ്റി വിടും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കാണാൻ വിസിറ്റ് ചെയ്യാൻ കയറുമ്പോൾ തന്നെ ടിക്കറ്റൊക്കെ നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ട് കണ്ടക്ടറെ അടുത്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ മൂപ്പര് ടിക്കറ്റ് എടുത്തോളും, ഞങ്ങളെ കയറ്റി വിടും. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ വരിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ മൂപ്പര് കയറ്റി വിടും, എന്നിട്ട് മൂപ്പര് ടിക്കറ്റ് എടുത്തോളും. അപ്പം ഇങ്ങനെ ഈ ചുരമൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു പറഞ്ഞത് മഴക്കാലത്താണ് ശരിക്കും നെല്ലിയാമ്പതി ഒന്നും കൂടി വിസിറ്റ് ചെയ്യാൻ നല്ലത് എന്നാണ് കേട്ടോ. കുറച്ചും കൂടി പച്ചപ്പ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലെത്തി. ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ആ ചുരത്തിലുള്ള. അപ്പോൾ അവിടെ അതേ നമ്മൾ ബസ് നിർത്തി, ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഓരോ നമ്മളെ കൂടെ ഇറങ്ങും, നമ്മളെ കൂടെ ഇറങ്ങി കാഴ്ചകളൊക്കെ പറഞ്ഞുതരും. പിന്നെ പോണ വഴിക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ടതാണ് ഈ സിംഹവാലൻ കുരങ്ങന്മാർ കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഒരു കൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി സൈഡാക്കി തന്നു, കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു. ഈ വ്യൂ പോയിന്റിലും നിർത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫുൾ ടീമായിട്ടൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇത് എടുക്കുന്നത് നമ്മളെ കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. അതായത് എന്തിനോ റെഡി ആയിട്ടുള്ള 2 മനുഷ്യന്മാരായിരുന്നു അവർ. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളെങ്ങനെ സെലക്ട് ചെയ്തെടുത്തതാണോ ഈ പരിപാടിക്ക്, ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുത്തതാണെന്ന്. അപ്പം അല്ലാന്നൊക്കെയാണ് മൂപ്പര് പറയണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു, സീതാർകുണ്ട് വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ KSRTC ബസ്സുകൾ ഇതുപോലെ പല ഡിപ്പോകളിൽ നിന്ന് വന്നതുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മലപ്പുറം ഡിപ്പോ തന്നെ അന്ന് 2 ബസ് പോയിട്ടുണ്ട് നെല്ലിയാമ്പതിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയിട്ട് വേണം ആ ഒരു വ്യൂ പോയിന്റിലെത്താൻ. അപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ മരം നിൽക്കണുണ്ടു. അതായത് വെട്ടി നിർത്തിയിട്ടുണ്ട്, എന്നാൽ അതിന് മേലെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വ്യൂ പോയിന്റിനെ പറ്റി അവിടെ സെക്യൂർഡ് ആയിട്ട് ഇങ്ങനെ വെയിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എവിടെ ചെന്നാലും നമ്മൾ വലിയ സിവിക് സെൻസ് ഉള്ള ആൾക്കാരാന്നൊക്കെ പറയും, പക്ഷേ എവിടെ ചെന്നാലും 2 ലേസും പാക്കറ്റും 2 കുപ്പിയും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് 2 പ്ലേറ്റൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ഇതൊക്കെയാണ് ആദ്യം മാറേണ്ടത് നമ്മൾ എവിടെ പോകുമ്പോഴും. പിന്നെ നെല്ലിയാമ്പതിൻ്റെ ഒരു ഐക്കോണിക് സാധനമാണ് ആ ഒരു നെല്ലിമരം കേട്ടോ. നമ്മൾ ഈ നെല്ലിയാമ്പതിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അതിലെപ്പോഴും ഉണ്ടാവും ആ ഒരു നെല്ലിമരം. ആ നെല്ലിമരാണിത്. നമ്മളെ ആൾക്കാർ പ്രാന്തോണ്ട് അതിന്മേൽ കയറി ഇരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ പണ്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ നല്ല വേലിയൊക്കെ കെട്ടി
സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയും കുറച്ചിങ്ങനെ നടന്നാൽ ദൂരെ ഒരു മല കണ്ടുണ്ട്, അതിന് മൂക്കുമല എന്നാണ് പറയുക. അതായത് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കതൊരു മനുഷ്യന്മാരുടെ മൂക്കിൻ്റെ പോലെ ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് കണ്ണെത്താ ദൂരത്തോളം ഒരു പറഞ്ഞത് തമിഴ്നാടിൻ്റെ ഏതോ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നതെന്നാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ വണ്ടി കയറി തിരിച്ചു വന്നു. പിന്നെ ഇങ്ങനെ കണ്ടോ നല്ല തേയിലത്തോട്ടവും ഇതൊക്കെയാണുള്ളത്. പിന്നെ നെല്ലിയാമ്പതി ടൗണിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പിന്നെ പോയത്. അവിടെ എന്തോ ഒരു വിപണനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ചെടികളും ആ ഫാമിൻ്റെ ഉള്ളിൽ കുറേ ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് അങ്ങോട്ട് സന്തോഷമായി. അതായത് കുറേ കളർഫുൾ ഐറ്റംസ്. ഇത് നോക്കിയേ, മഞ്ഞ നമ്മുടെ കടലാസ് പൂവിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മളെ നാട്ടിലൊന്നും. മഞ്ഞ കടലാസ് പൂ കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ലൊരു കൊന്നപ്പൂവിൻ്റെ ഒക്കെ പോലെ ഉണ്ട്, പക്ഷേ കടലാസ് പൂവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് സാധനങ്ങൾ. അപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുടയും ഷാളും ഒക്കെ മുടി പുതച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ പൂവുണ്ടോ, ഇതും നല്ല രസമുണ്ട്. പിന്നെ ചെമ്പരത്തീൻ്റെ തന്നെ പല വെറൈറ്റി, അതായത് പല കളർ ചെമ്പരത്തി. അപ്പോൾ ഞാൻ കരുതി ചെമ്പരത്തീനെ നമ്മൾ പല ടൈപ്പ് കുഴിച്ചിട്ടാണെങ്കിൽ അതൊരു പൂന്തോട്ടാക്കി മാറ്റാൻ പറ്റുന്നത്. പക്ഷെ ഒക്കെ നല്ല ആ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് നല്ല വൃത്തിക്കാണ് ഒരു വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ നല്ല പൂക്കളുണ്ട്, എല്ലാതും കാണാൻ മാത്രം കേട്ടോ. പിന്നെ കുറച്ച് സ്ഥലത്ത് സൂര്യകാന്തി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾ ഫാം ആണല്ലോ, അപ്പോൾ കേബേജും അതേപോലെ ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെ കുറേ കണ്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ടൊരു കുക്കുംബർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നീളത്തിലുള്ളൊരു കുക്കുംബർ, പക്ഷെ അതൊരു ഇല, അതിൻ്റെ വള്ളിയൊക്കെ ഒരു വേറെ ടൈപ്പാണ്. പിന്നെ ഇത് നമ്മളെ വയലറ്റ് ക്യാബേജ്, ഇത് നമ്മളെ അങ്ങാടിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനങ്ങനെ അതിങ്ങനെ ഉണ്ടായിക്കണ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതായിരുന്നു ഓറഞ്ച് മരം. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ട്. നമുക്കിത് പറിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട്, ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് അധികമൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച ഓറഞ്ചിൻ്റെ വലിയ മരയ്ക്കുന്നത്, അത് അങ്ങനെയല്ല, കുഞ്ഞി കുറ്റിച്ചെടി പോലെയുള്ള മരങ്ങളാണ്. പക്ഷേ ഓറഞ്ച് കുറവായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ ഒരു പള്ളിയിലായിരുന്നു. അവിടെ ഒരായിട്ട് എന്തോ ടൈപ്പ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഫുഡ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചോറും മീൻ വറുത്തതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കഴിക്കുക, പൈസ അവിടെ തന്നെ കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടി അവിടെ സെറ്റായി പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള ബസ്സായിട്ട് തോന്നി. അതായത് അതിൻ്റെ ഒരു കളറൊക്കെ നല്ല രസമല്ലേ. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴും ഫുള്ള് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പോയത് കേശവൻപാറ വ്യൂ പോയിൻ്റ് ചെയ്യുന്നു. അതൊരു പാറ, അത് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പോയി വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ പാറ കാണാനാണോ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ കണ്ടക്ടറേട്ടൻ പറഞ്ഞു അത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകില്ലല്ലോ, അതുകൊണ്ടാണ് പോണ സമയത്ത് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത് എന്ന്. ഇവിടെയൊക്കെ എന്തോ 10-20 രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്. ഞാൻ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇതിൽ കേൾക്കില്ല. ഇപ്പോൾ പറയണ കഥ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ കേട്ടോ. ഒരു ചെറിയ ഭാഗം കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഭയങ്കര ഒരു തിക്കായിട്ടുള്ള കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നിട്ടാണ് പുറത്തേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു വലിയ പാറ, അതാണ് കേശവൻപാറ വ്യൂ പോയിൻറ്റ്. ആ പാറേൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് താഴെയായിട്ട് മറ്റേ ഒരു ഡാമുണ്ട്, ആ ഡാം കാണാൻ പറ്റും. പിന്നെ ആ പാറേൻ്റെ മേലെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കുറച്ച് വ്യൂ പോയിൻറ്റ്സൊക്കെ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. മെയിനായിട്ട് നെല്ലിയാമ്പതി, കാരണം നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ നെല്ലിയാമ്പതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടിയിലേക്ക് നോക്കുമ്പോൾ ആ നാട് മൊത്തം ഇങ്ങനെ കാണും. അതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ കാണാൻ വേണ്ടി വന്നത്. പിന്നെ ഭയങ്കര ഇതൊന്നൊരു തിരക്കല്ല എന്നാണ് അവർ പറഞ്ഞത്, കാരണം അല്ലാത്ത സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കേക്കും എന്നൊക്കെ പറഞ്ഞു. പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയറാണ് ഇവിടെ ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ നമുക്ക് കാണണം കേട്ടോ. ആ ഡാം നമ്മളിങ്ങനെ ചുരം കയറുന്നതിനനുസരിച്ച് എല്ലായിടത്തും ഇത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ AVTTൻ്റെ ഫാക്ടറി ചെയ്യുന്നു, അവരുടെ തേയില തോട്ടങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാമായിരുന്നു. രാവിലെ പോകുമ്പോൾ നമ്മളിത് കാണും. അപ്പം നമ്മളോട് ഒരു പറയും നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇറങ്ങുക എന്നുള്ളത് കേട്ടോ. പിന്നെ ഭയങ്കര ടൈം ബൗണ്ട് ആയിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അതായത് ഇന്ന സമയത്ത് നമ്മൾ പോകണം, ഇത്ര സമയത്തിന് നിങ്ങൾ തിരിച്ചു വരണം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പറയും, നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാനൊരു വടിയും കൊണ്ട് അങ്ങോട്ട് വരും എന്നൊക്കെ മൂപ്പര് പറയും. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് കാഴ്ചയൊക്കെ കാണാനുള്ള സമയം ഒരു തരും. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചെത്തും, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തിക്കുന്നതാണ്. കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ ഒരവിടെ എത്തിച്ചു കേട്ടോ. അപ്പോൾ 6:30 വരെ എന്തോ ഉള്ളൂ ഈ ഡാമിൻ്റെ ടൈം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളത് കണ്ടിട്ട് ഇറങ്ങണം എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത് കേട്ടോ. വലിയ ഡാമായിരുന്നു. അതിനെ പറ്റിയുള്ള ചരിത്രമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള ആ റോഡിൽ കൂടെ ഇങ്ങനെ കുറച്ച് ദൂരങ്ങൾ നടന്നു നോക്കി, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡാമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 6:30 ആയപ്പോൾ 6:45 ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സന്ധ്യയോടെ അടുത്ത് വണ്ടിയിൽ ഞങ്ങൾ പാട്ടും ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നു.
പോരുന്ന സമയത്തും മൂപ്പര വക പാട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കണ്ടക്ടർ വക. മൂപ്പര് പോയപ്പോഴും കുറേ പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ അതിൽ അധികം ഒന്നും എടുത്തിട്ടില്ല. മൂപ്പര് കുറേ പാട്ടൊക്കെ പാടി നമ്മൾ അടിപൊളിയായിട്ട് ഒരു 12 മണിയായപ്പോൾ തിരിച്ച് ഡിപ്പോയിലെത്തി.